നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് രാഹു 9-ലും കേതു 3-ലും ഉള്ള ഫലങ്ങളെ പറ്റിയും അത് തരുന്ന ചില സൂചനകളെ പറ്റിയുമാണ്. ഒമ്പതാം ഭാവം എന്താണ്? ഭാഗ്യം, അച്ഛൻ, ഗുരു, ട്രാവലിംഗ്, നമുക്ക് ലോങ് ട്രാവലിങ് വരുന്ന, ലോങ് ഡിസ്റ്റൻസ് ട്രാവലിങ് വരുന്ന, റിലീജിയസ് ട്രാവലിങ്ങും, നമ്മുടെ തീർത്ഥാടനങ്ങൾ, സെക്കൻഡ് മാരേജ്, ഫിലോസഫി ഓഫ് ലൈഫ്, എത്തിക്കൽ ബേസ്, നമ്മുടെ എത്തിക്കൽ ബേസ്, നമ്മുടെ ദർശനങ്ങൾ, ജീവിതത്തിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ വ്യക്തിത്വം, നമുക്ക് പ്രകൃതി അനുവദിച്ചു തരുന്ന അറിവുകളിൽ നിന്നുമാണ്, നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, നമുക്ക് കിട്ടുന്ന അറിവുകളിൽ നിന്നുമാണ് നമ്മുടെ വ്യക്തിത്വം രൂപാന്തരപ്പെടുന്നത്. അപ്പം നമ്മുടെ ദർശനം, റൂൾസ് ഓഫ് ലൈഫ്, നമ്മുടെ ഹയർ മൈൻഡ്, ദീക്ഷ, നേച്ചറുമായിട്ടുള്ള, ഈ പ്രകൃതിയുമായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാമാണ് 9-ാം ഭാവം. ഇവിടെ രാഹു എന്ന് പറയുമ്പം ഇതിനൊക്കെ നേരെ വിപരീതമായിട്ടുള്ള ഒരാളാണ്. റെസ്റ്റ്ലെസ് ആവും. 9-ൽ രാഹു നിൽക്കുന്നവർ പെട്ടെന്ന് റെസ്റ്റ്ലെസ് ആവും, സെൽഫിഷ് ആവും. 3-ൽ നിൽക്കുന്ന രാഹുവിനെ പോലെ തന്നെയാണ്. 9-ൽ നിൽക്കുന്ന രാഹുവിന് കുറച്ചൊരു സെൽഫിഷ് നേച്ചർ ഉണ്ടാവും. ഫ്രോഡ്ലൻഡ് ഗുരു ആന്ന് പറഞ്ഞ് പറ്റിക്കുന്ന ഒരുപാട് പേര് 9-ലെ രാഹു ആയിരിക്കാം. കാരണം അങ്ങനെ പല ആചാര്യന്മാരും എഴുതിയിട്ടുണ്ട്. ഈ ആധ്യാത്മികരാന്ന് കാണിക്കുന്ന ആധ്യാത്മികരല്ലാത്തവർ, ബിസിനസ്സുകാർ, അവർ വാസ്തവത്തിൽ ഈ 9-ലെ രാഹുക്കാരായിരിക്കും. അതുപോലെ തന്നെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് പറയുന്നവർ, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ. ഒരു സ്പിരിച്വാലിറ്റിയെ കുറിച്ചൊക്കെ നന്നായിട്ട് സംസാരിക്കും, പക്ഷേ ജീവിതത്തിൽ അതൊന്നും ഉണ്ടാവത്തില്ല. വ്യാഴവും കൂടെ അനുഗ്രഹിച്ചില്ലെങ്കിൽ കേട്ടോ, വ്യാഴം അനുഗ്രഹിച്ച് ഇത് മാറും. അതുപോലെ തന്നെ ജീവിതത്തിൽ പകുതിക്ക് വെച്ച് ഭാഗ്യനാശം, ജീവിതത്തിലെ ഭാഗ്യാനുഭവങ്ങൾ പലതും പകുതിക്ക് വെച്ച് നടന്നു പോവുക. അതുപോലെ തന്നെ അൺകൺവെൻഷണലായിട്ടുള്ള സ്പിരിച്വൽ പാത്തുകളെ സ്വീകരിക്കുന്നത്, അതുവരെ പൊക്കോണ്ടിരിക്കുന്ന ഒരു പാത്തുകളിൽ നിന്ന് മാറിയിട്ട് വേറൊരു ഇത്, അല്ലെങ്കിൽ മതം മാറുക, അല്ലെങ്കിൽ ആ സ്പിരിച്വൽ പാത്ത് മാറുക, അങ്ങനെയൊക്കെ പോകുന്ന ഒരു രീതി. ചില വിഷയങ്ങളിലോട്ടുള്ള റാപ്പിഡായിട്ടുള്ള അഡാപ്റ്റേഷൻ, പെട്ടെന്ന് തന്നെ അത് അഡാപ്റ്റ് ചെയ്തെടുക്കുക, ഭയങ്കര ക്ലെവറായിരിക്കും. 9-ലെ രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഇംപ്രവൈസ് ചെയ്ത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ അറിയാം. ഇപ്പോൾ ഒരു ഐഡിയ നമ്മൾ കിട്ടിയാൽ ഐഡിയ എങ്ങനെ ഇറക്കണ്ടേന്ന് അറിയത്തില്ല, പക്ഷേ ഇവർക്ക് ഐഡിയ കാണത്തില്ല, പക്ഷെ അത് കിട്ടിയാൽ ഇവരെങ്ങനെ ഇത് നേച്ചറിൽ ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൊണ്ടുവന്ന് കാണിക്കാം എന്നുള്ളത് അറിയാം. അത് 3-ലെ രാഹു അതുപോലെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കേതു നിൽക്കുന്ന ഭാവം, രാഹു നിൽക്കുന്ന ഭാവം അങ്ങോട്ട് ബന്ധപ്പെട്ട് കിടക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സമസപ്തമ ഭാവങ്ങൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കത്തില്ല. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഭാവത്താണ് കേതു നിൽക്കുന്നത്. അതുപോലെ തന്നെ റൂൾസ് ഓഫ് ലൈഫിൻ്റെ ഭാഗത്താണ് രാഹു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ ഭാഗത്തിൽ നിൽക്കുന്ന കേതുവും ഇവരുടെ റൂൾസ് ഓഫ് ലൈഫിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന രാഹുവും തമ്മിൽ എപ്പോഴും ഇവരുടെ വർത്തമാനവും പ്രവൃത്തിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇവരോട് അടുത്ത് ചേർന്ന് കുറച്ചു കാലം ഇടപെട്ടാൽ മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. ഇവർക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള അസാമാന്യമായ കഴിവുകളുണ്ടാവും. അതുപോലെ തന്നെ ഇവരുടെ ഉള്ളിലെ പല കാര്യങ്ങളും മറ്റുള്ളവരോട് തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പേടി, ഭയം, അതായത് തുറന്ന് സംസാരിക്കാനുള്ള ഭയം, സ്വകാര്യതയിൽ ഒരു ഫ്രീഡം വേണം. എപ്പോഴും ഇൻട്രോവേർട്ടായിട്ട് സ്വകാര്യതകളിൽ ഉള്ളിലേക്ക് കയറിയിരിക്കുക. അപ്പം അതിനനുസരിച്ചുള്ളൊരു ഭയം ഇവർക്കുണ്ടാവും. ആരോടെങ്കിലും തുറന്ന് പറഞ്ഞാൽ പ്രശ്നമാകുമോ, അല്ലെങ്കിൽ ഇത് അവരോട് തുറന്ന് പറഞ്ഞ വിഷയമാകുമോ. അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവരിത് പറയാതിരുന്നിരുന്ന് ഇവർക്ക് വലിയ വിഷയങ്ങൾ വരുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസിലൊക്കെ ട്രാവൽ ചെയ്യാനുള്ള ഒരു ആഗ്രഹം, എക്സ്പ്ലോർ ചെയ്യാൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള സംസ്കാരങ്ങളെ, വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങളെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു കഴിവ്, സ്ട്രോങ് ഇൻട്രസ്റ്റഡ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ, ഉയർന്ന വിദ്യാഭ്യാസത്തോടൊക്കെ താല്പര്യം, വളരെ വ്യത്യസ്തമായിട്ട് ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് അടുത്ത കാലഘട്ടത്തിൽ എന്തായിരിക്കാം സംഭവിക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ്. അതുപോലെ തന്നെ 9-ലെ രാഹു ഒരു കൺഫ്യൂഷൻ, അല്ലെ ഡൈലമ, അല്ലെങ്കിൽ എപ്പോഴും ഒരു സ്ട്രഗിളിങ് ഉണ്ടാക്കും. ഇവരുടെ കൾച്ചറൽ, ഇവർ ജനിച്ച സംസ്കാരത്തോടോ അല്ലെങ്കിൽ ഇവരുടെ സ്പിരിച്വൽ പാത്തുകളിലൂടോ ഒക്കെ എപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. ഗോചരത്തിൽ 9-ൽ രാഹു വരുമ്പോൾ ഇതുണ്ടാവുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ പലർക്കും. ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ,
ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ ശരിയാണോ, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷമാണോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു രീതികൾ ഇവർക്കുണ്ട്. അതുപോലെ തന്നെ അൺയൂഷ്വലായിട്ടുള്ള ചില റിലേഷൻഷിപ്പുകൾ പഠിപ്പിക്കുന്ന അധ്യാപകരോടോ അല്ലെങ്കിൽ ഗുരുതുല്യരായിട്ടുള്ള ആൾക്കാരോടോ അല്ലെങ്കിൽ ഗുരുക്കന്മാരായിട്ടുള്ള ആൾക്കാരുമായിട്ടൊക്കെ ചിലപ്പം കയറി പ്രേമിച്ചെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ റിലേഷൻഷിപ്പൊക്കെ ഉണ്ടായെന്നോ ഒക്കെ ഇരിക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരോടൊക്കെ ഒരു കടുത്ത ആരാധനയും ഒരു പ്രണയവും ഒക്കെ വരുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 9ാം ഭാവം പറയുന്ന മിക്ക കാര്യങ്ങളിലും ഇവർ കൺവെൻഷണലായിട്ടുള്ള ഒരു ശൈലിയിൽ പോവാത്തതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ തീർത്ഥാടനമൊക്കെ ആണെങ്കിൽ പോലും സാധാരണ ശൈലിയിൽ നിന്നൊക്കെ മാറിയുള്ള ഒരു തീർത്ഥാടന രീതികളൊക്കെ ഇവർ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ജീവിതം തന്നെ ഒരു തീർത്ഥാടനമല്ലേ. അത് ആ തീർത്ഥാടനത്തിനിടയിൽ നമുക്ക് മുന്നേ സഞ്ചരിച്ച ഒരുപാട് പുണ്യാത്മാക്കൾ നിന്നിരുന്ന, ലോകത്തിന് നന്മ മാത്രം വരണമെന്ന് ആഗ്രഹിച്ച, തനിക്കും തൻ്റെ ചുറ്റുപാടുമുള്ളവർക്കും വരും തലമുറകൾക്കും നല്ലത് വരണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് മനുഷ്യർ ജീവിച്ചിരുന്ന, അവരുടെ ചിന്താഗതികൾ തളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ ജീവിതമാകുന്ന തീർത്ഥാടനത്തിനിടയിൽ പോകാൻ കഴിയുന്നത് ഒരു വലിയ ഭാഗ്യമല്ലേ വാസ്തവത്തിൽ. അപ്പോൾ അത് 9ലെ രാഹു അതിനൊരു താല്പര്യം കാണിക്കും. പക്ഷേ ഈ 9ലെ രാഹുവിന് ഈ തീർത്ഥാടന സ്ഥലങ്ങളിൽ പോയിട്ട് ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. ഈ കള്ളസ്വാമി, കള്ള ആധ്യാത്മികത, കള്ള തീർത്ഥാടനം എന്നൊക്കെ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഋഷികേശിൽ പോയിരുന്നു. ഋഷികേശ് വല്ലപ്പോഴും ഒക്കെ പോയിരുന്ന സ്ഥലവുമാണ്. ഇപ്പോൾ അടുത്ത സമയമായിട്ട് എനിക്ക് ഋഷികേശ് അത്ര ഒരു താല്പര്യമില്ലാത്തൊരു സ്ഥലമായി മാറി. പല ആൾക്കാരും സ്പിരിച്വാലിറ്റി അല്ലെ ലോങ് ട്രാവൽ അല്ലെ എക്സ്പ്ലോറിങ് മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് സൈക്കിഡെലിക്സിൻ്റെ ഒക്കെ പലതരത്തിലുള്ള ഉപയോഗങ്ങൾക്ക് അതിൽ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന ആൾക്കാരെയാണ് കൂടുതലും അവിടെ കാണുന്നത്. അപ്പം അത് രാഹു 9 നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനുള്ള ഒരു ടെൻഡൻസി വരും. അതൊന്നും അല്ലല്ലോ ശരിക്കുള്ള സ്പിരിച്വാലിറ്റി. നമ്മളത് ശരിക്കും ജെന്യുവനായിട്ട് ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതൊന്നും അല്ലല്ലോ ശരിക്കുള്ള സ്പിരിച്വാലിറ്റി. അപ്പം നമ്മുടെ ഈ തീർത്ഥാടനം, ജീവിതമാകുന്ന തീർത്ഥാടനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ലൈഫ് നമുക്ക് ചില അനുഭവങ്ങൾ ഗുരുവിനെ പോലെ പറഞ്ഞു തരും. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് നല്ലത് വരും. നമ്മൾ ശ്രദ്ധിക്കാതാണ് ജീവിതത്തിലേക്ക് പോകുന്നത് എങ്കിൽ നമ്മൾ ഒട്ടും തിരിച്ചറിയാത്ത വളരെ ഡേഞ്ചറായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഫാൻറ്റസി കൊണ്ട് മുൻപരിചയമില്ലാതെ പോയാൽ നമ്മൾ അവിടെ ചെന്ന് അകപ്പെട്ടു പോകും. നമ്മുടെ ജീവിതയാത്ര എന്ന് പറയുന്നത് ഒട്ടും മുൻപരിചയമില്ലാത്തതാണ്. നമുക്കറിയില്ല അടുത്ത നിമിഷം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അതുതന്നെയാണ് ലൈഫിൻ്റെ ഒരു രസവും. പക്ഷേ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ നേച്ചറിൽ ഓരോ കാര്യങ്ങളും ചെയ്യാൻ. സ്വന്തം ജീവിതത്തിൽ മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിൽ തങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്ത കാരണം മോശാനുഭവങ്ങൾ വരുന്നതായിട്ടും അതിന് സാക്ഷിയാവേണ്ട, അങ്ങനത്തെ ക്രൈമിനൊക്കെ സാക്ഷിയാവേണ്ട അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നതുമൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ ജീവിതത്തിൽ തരുന്ന ഒരുപാട് അനുഭവങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് നമ്മൾ റിയൽ 9th ഭാവത്തിൻ്റെ രഹസ്യത്തിലേക്ക്, ഒക്കൾട്ടും തല പോയി കഴിഞ്ഞ് നന്നാവാൻ ശ്രമിച്ച ആളാണ് സ്വരഭാനു. അപ്പം ജീവിതത്തിൻ്റെ ചില തിരിച്ചറിവുകളിലൂടെ നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ നമ്മൾക്കൊരു ലിബറേഷൻ എഫക്റ്റ് നമുക്കുണ്ടാവും. അതുപോലെ തന്നെ 9th രാഹു ഈ പറഞ്ഞ പോലെ യാത്രകൾ ചെയ്യേണ്ടതാണ്. നമ്മൾ മടി പിടിച്ചിരിക്കരുത്. നമ്മളെ ജീവിതത്തിൻ്റെ ഗുരു അതുപോലുള്ള നല്ല നല്ല കാര്യങ്ങളിലേക്ക് അതിനെ പോസിറ്റീവായിട്ട് എടുക്കുകയും അത് ചെയ്ത് മുന്നോട്ട് പോകുമ്പം നമുക്ക് വഴി തെറ്റാനുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്നൊക്കെ മാറി മുന്നോട്ട് പോവുകയും വേണം. 3ാം ഭാവം കേതുവാണ്. കേതു നിൽക്കുന്ന കാര്യങ്ങൾ നമ്മളെപ്പോഴും നമ്മുടെ 9 ഇടിയുണ്ടാക്കും. ധൈര്യം, വീര്യം, ദുർബുദ്ധി, സഹോദരം, പരാക്രമം. അപ്പം 3ാം ഭാവത്തിൽ കേതു നിൽക്കുമ്പം പാസ്റ്റ് ലൈഫിലെ ഡെപ്ത് കൊണ്ട് നമുക്ക് ഭയങ്കര ഈഗോ വരും, ഭയങ്കരമായിട്ട് ധൈര്യം വരും പല കാര്യത്തിലും, അല്ലെങ്കിൽ ധൈര്യം ഇല്ലായ്മ വരും, ഒരു വെപ്രാളം വരും. എല്ലാത്തിനും ഒരു പേടിയും. 9ഉം 3ഉം 9ാം ഭാവത്തിൽ പറയുന്ന കാര്യങ്ങൾ 3ാം ഭാവത്തിൽ പറയുന്ന കാര്യങ്ങൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരു ബാധ്യതയായി മാറുകയും ചെയ്യും. അപ്പം ബേസിക് ഡിസിപ്ലിൻ, 9ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ഡിസിപ്ലിനാണ്, നമ്മുടെ ലൈഫിൻ്റെ തത്വമാണ്. അത് ഇറ്റേണൽ ആയിട്ടുള്ള ഒരു തത്വത്തെ ബേസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു പോസിറ്റീവ് എവല്യൂഷണറി ടേംസിനെ നമ്മൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ 9ലെ രാഹു നന്നായിട്ട് അനുഗ്രഹിക്കും. ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള ഒരുപാട് ഗുണാനുഭവങ്ങൾ 35 വയസ്സിന് ശേഷം
ചേഞ്ച് ആവും. നമ്മൾ പറയത്തില്ല ചില ആൾക്കാർ ഇവനെങ്ങനെ ഇങ്ങനെ മാറി എന്നൊക്കെ, ഈ സ്ത്രീ എങ്ങനെ ഇങ്ങനെ ആയി എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ രത്നാകരൻ എങ്ങനെ വാൽമീകിയായി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ വല്ലാത്തൊരു ചേഞ്ച് ലൈഫിന് തരികയും ചെയ്യും. അപ്പം അടുത്തത് 10ലെ രാഹു ആണ്. നിന്നാൽ പാമ്പ് 10ൽ നിൽക്കണം എന്നാണ് പറയുന്നത്. 10ലെ രാഹു കരിയറിലും പ്രൊഫഷണൽ ലൈഫിലൊക്കെ വളർച്ച ഉണ്ടാക്കുമെങ്കിലും 4ലെ കേതു ഒരിക്കലും സമാധാനം തരത്തില്ല, മനസമാധാനം. കുടുംബത്തിൽ നിന്നും സുഖഭാവമാണ്, സുഖം എപ്പോഴും നമുക്ക് ഇങ്ങനൊരു ഫൈറ്റിംഗ് ആയിട്ട് വരും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. അപ്പം എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരെയും ഭഗവതി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്തേ.